ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, കാറക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാറക്കോറം. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? ഓപ്ഷൻ സി, സത്ലജ്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി സത്ലജ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി, ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി, ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഓപ്ഷൻ ബി, പെരിയാർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി പെരിയാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ, തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം തെന്മല. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി, സത്ലജ്. ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? സത്ലജ്. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം? ഓപ്ഷൻ ഡി, ചെന്തുരുണി വന്യജീവി സങ്കേതം. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ചെന്തുരുണി വന്യജീവി സങ്കേതം. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏത്? ഓപ്ഷൻ എ, കാസർഗോഡ്. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല കാസർഗോഡ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? രാജാറാം മോഹൻ റോയി. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? ഓപ്ഷൻ ബി, ചൗരി ചൗര സംഭവം. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? ചൗരി ചൗര സംഭവം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ, 41. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ ബി, പമ്പ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇതാരുടെ വാക്കുകളാണ്? ഓപ്ഷൻ ഡി,
സ്വാമി വിവേകാനന്ദൻ. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇതാരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദൻ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്, എന്നാലും അതിൻ്റെ ഉത്തരം പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാരിയാണ്. ജാരിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാരിയ. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലൂമിനിയത്തിൻ്റെ അയിരേതാണ്? ഓപ്ഷൻ സി ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻ എ EMS. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി 4A. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഓപ്ഷൻ സി സുപ്രീം കോടതി. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതി. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയകാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം? ഓപ്ഷൻ ബി നീൽ ദർപ്പൺ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം നീൽ ദർപ്പൺ. ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആര്? ഈ ചോദ്യപേപ്പറിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എന്നാൽ ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി അർജുൻ റാം മെഹ്വാൾ ആണ്. ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി അർജുൻ റാം മെഹ്വാൾ. നിലവിലെ ലോകസഭാ സ്പീക്കർ ആര്? ഓപ്ഷൻ ഡി ഓം ബിർള. നിലവിലെ ലോകസഭാ സ്പീക്കർ ഓം ബിർള. താഴെ പറയുന്നവരിൽ സത്യശോധക സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി ജ്യോതിബ ഫുലെ. താഴെ പറയുന്നവരിൽ സത്യശോധക സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ജ്യോതിബ ഫുലെ. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ ലാല ലജ്പത് റായ്. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാല ലജ്പത് റായ്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഓപ്ഷൻ ബി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദമേത്? ഓപ്ഷൻ ഡി അനുച്ഛേദം 21A. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 1950 ജാനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന് 1950 ജാനുവരി 26. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ
ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? ഓപ്ഷൻ സി മലബാർ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? മലബാർ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത്? ഓപ്ഷൻ ബി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത്? നിസ്സഹകരണ സമരം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തതേവ? ഓപ്ഷൻ ബി 4 മാത്രം. ഒഡീഷയിൽ ജനിച്ചു. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്: സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു, ബ്രഹ്മസമാജം സ്ഥാപിച്ചു, സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. ഈ പോയിന്റ്സും കൂടെ പ്രത്യേകം ഓർത്തു വെച്ചോണം കേട്ടോ. രാജാറാം മോഹൻ റോയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ: സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു, ബ്രഹ്മസമാജം സ്ഥാപിച്ചു, സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. താഴെ പറയുന്നവയിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? ഓപ്ഷൻ സി 1 3. സി കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ. താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ: സി കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ. താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ 1, 2, 4. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലാക്കാം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ: വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. റൗലറ്റ് നിയമം നിലവിൽ വന്നത് 1919 അത് ഓർത്ത് വെച്ചോണം. റൗലറ്റ് നിയമം നിലവിൽ വന്നത് 1919. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? ഓപ്ഷൻ സി ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? ദ്വിതീയ മേഖലയിലെ, തൃതീയ മേഖലയിലെ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യ ഉൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ എ കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യ ഉൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത്: കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യ ഉൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടുന്നവയാണ് കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം. ഈ പോയിന്റ്സും കൂടെ ഓർത്ത് വെച്ചോണേ. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി സാമ്പത്തിക വളർച്ച. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സാമ്പത്തിക വളർച്ച. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ സി
മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി അന്ത്യോദയ അന്ന യോജന. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി അന്ത്യോദയ അന്ന യോജന. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-21 ഒന്നാമതായ സംസ്ഥാനം? ഓപ്ഷൻ ബി കേരളം. 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ എ സേവന മേഖല. തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ തിരയും ചുഴിയും സച്ചിദാനന്ദൻ. തന്നിരിക്കുന്നവയിലെ ശരിയായ ജോഡികളാണ് വീണപൂവ് കുമാരനാശാൻ, ആ മനുഷ്യൻ നീ തന്നെ CJ തോമസ്, നിലാവിൻ്റെ നാട്ടിൽ അഷിത. ഇത് പ്രത്യേകം ഓർത്തു വെച്ചോണം. ശരിയായ ജോഡികൾ വീണപൂവ് കുമാരനാശാൻ, ആ മനുഷ്യൻ നീ തന്നെ CJ തോമസ്, നിലാവിൻ്റെ നാട്ടിൽ അഷിത. ശരിയായ ക്രമം ഏത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1024 കിലോബൈറ്റ് ഈസ് ഈക്വൽ ടു 1 മെഗാബൈറ്റ്, 1024 മെഗാബൈറ്റ് ഈസ് ഈക്വൽ ടു 1 ജിഗാബൈറ്റ്, 1024 ജിഗാബൈറ്റ് ഈസ് ഈക്വൽ ടു 1 ടിഗാബൈറ്റ്. ശരിയായ ക്രമം 1024 കിലോബൈറ്റ് ഈസ് ഈക്വൽ ടു 1 മെഗാബൈറ്റ്, 1024 മെഗാബൈറ്റ് ഈസ് ഈക്വൽ ടു 1 ജിഗാബൈറ്റ്, 1024 ജിഗാബൈറ്റ് ഈസ് ഈക്വൽ ടു 1 ടിഗാബൈറ്റ്. എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 6 സ്വർണം നേടുന്ന ആദ്യ വനിത. എലൈൻ തോംസനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകളാണ്: ജമൈക്കൻ കായിക താരം, ടോക്കിയോ ഒളിമ്പിക്സിൽ 200 മീറ്റർ ഫൈനലിൽ 21.53 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു, ഒളിമ്പിക്സിലെ സ്പ്രിന്റ് ഇനങ്ങളിലെ ഇരട്ട സ്വർണം നിലനിർത്തുന്ന ആദ്യ വനിത. താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക. ശരിയായ പ്രസ്താവന ഏത്? വസ്തു pH മൂല്യം: ചാരം 5, തേയില 4, കുടിവെള്ളം 8, സോപ്പ് 11. ഓപ്ഷൻ ബി കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം? ഓപ്ഷൻ ബി ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഭരതനാട്യം. ആദ്യകാലത്ത് മിൻഡേനെറ്റ് എന്നറിയപ്പെട്ട കായിക രൂപം? ഓപ്ഷൻ സി വോളിബോള്. ആദ്യകാലത്ത് മിൻഡേനെറ്റ് എന്നറിയപ്പെട്ട കായിക രൂപം വോളിബോൾ. പത്മശ്രീ 2021 ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത്? ഓപ്ഷൻ എ ആദിവാസികൾക്കായി ആതുര സേവനം. ആഗോളതാപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണരൂപം? ഓപ്ഷൻ ബി ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ആഗോളതാപനത്തെക്കുറിച്ച് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണരൂപം ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി? ഓപ്ഷൻ ബി ഫസ്റ്റ് ബെൽ 2.0. COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി ഫസ്റ്റ് ബെൽ 2.0. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഇനാമൽ. ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ പ്രോട്ടീനിൻ്റെ കുറവ്. ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? പ്രോട്ടീനിൻ്റെ കുറവ്. ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏത്? ഓപ്ഷൻ ബി നെല്ല്. ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏത്? നെല്ല്. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ ഡി സൈലന്റ് വാലി. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? സൈലന്റ് വാലി. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി 1, 3 ശരി. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ
ആവാസം എന്ന് പറയുന്നു. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഒരാവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? ഓപ്ഷൻ സി ചൈന. COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന. 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഓപ്ഷൻ എ ഫ്ലിൻറ്റ് ഗ്ലാസ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഫ്ലിൻറ്റ് ഗ്ലാസ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? ഓപ്ഷൻ സി 212 ഡിഗ്രി ഫാരൻഹീറ്റ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ്. പരസ്പരം സ്പർശിച്ച് നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം. ഓപ്ഷൻ എ ഘർഷണ ബലം. പരസ്പരം സ്പർശിച്ച് നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഘർഷണ ബലം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം. ഓപ്ഷൻ ബി ബ്യൂട്ടെയിന്. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടെയിന്. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഓപ്ഷൻ ഡി മെർക്കുറിക് ഓക്സൈഡ്. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെക്കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ. ഓപ്ഷൻ എ എൻവിഷൻ. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെക്കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ എൻവിഷൻ. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി. ഓപ്ഷൻ ബി മംഗദെച്ചു ജലവൈദ്യുത പദ്ധതി. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി മംഗദെച്ചു ജലവൈദ്യുത പദ്ധതി. ജലജന്യ രോഗം. ഓപ്ഷൻ ഡി 1, 3, 4. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പിറോസിസ്. ജലജന്യ രോഗം. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പിറോസിസ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. ഓപ്ഷൻ സി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും. നിപ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം നിപ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത്. ഓപ്ഷൻ സി ORS. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് ORS. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഓപ്ഷൻ എ ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം. ശുദ്ധജലത്തിൽ pH മൂല്യത്തിൻ്റെ അളവ്. ഓപ്ഷൻ ബി pH 7. ശുദ്ധജലത്തിൽ pH മൂല്യത്തിൻ്റെ അളവ് pH 7. മനുഷ്യശരീരത്തിലെ ബാഹ്യപരാതം. ഓപ്ഷൻ ബി പെയിൻ. മനുഷ്യശരീരത്തിലെ ബാഹ്യപരാതം പെയിൻ. അശ്വമേധം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി കുഷ്ഠം. അശ്വമേധം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുഷ്ഠം. സാന്ത്വന പരിചരണം നൽകുന്നു. ഓപ്ഷൻ ബി കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. സാന്ത്വന പരിചരണം നൽകുന്നു കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. ഇൻസുലിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ എ പ്രമേഹം. ഇൻസുലിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം പ്രമേഹം. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. ഓപ്ഷൻ സി നിശാന്തത. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത നിശാന്തത. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഈ ചോദ്യപേപ്പർ 2021 അതനുസരിച്ച് ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എന്നാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദയാണ്. ജയപ്രകാശ് നദ്ദ. ഓർത്തു വെച്ചോണേ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദ. JPയുടെ ഫുൾ ഫോം ജയപ്രകാശ്. JP നദ്ദ. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? ഓപ്ഷൻ എ 1 and 2. കോവാക്സിൻ, കോവിഷീൽഡ്.
2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം. ഓപ്ഷൻ സി സിക്ക. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ഓപ്ഷൻ എ ജീവിതശൈലി രോഗനിയന്ത്രണം. നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. കമ്പനി ബോർഡ് LGS മാത്സിന് വേണ്ടി സ്റ്റഡി വിൻ PSC ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോഴ്സ് ഫീ 500 രൂപയാണ്. കുറച്ച് പേർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലൂടെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയക്കണം. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്